ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ചിങ്ങം 1 ഓഗസ്റ്റ് 17 2026 ചിങ്ങം 1-ാം തീയതി. അപ്പോൾ ഈ ചിങ്ങം 1-ാം തീയതി ഞാനീ പറയുന്ന ഒരു ലളിതമായ കാര്യങ്ങൾ ചെയ്യുക. ഒരു വർഷം മുഴുവൻ, അതായത് മലയാള പുതുവർഷമാണല്ലോ, ആരംഭമാണല്ലോ, ഒരു വർഷം മുഴുവൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഐശ്വര്യങ്ങളും ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നടക്കാനും ഭഗവത് കൃപ ഒരു വർഷം മുഴുവൻ ഉണ്ടാകാനും കടങ്ങളൊക്കെ തീരാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ മക്കൾക്കാണേലും നല്ല രീതിയിലുള്ള തൊഴില്, നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധികളെ, പുതിയ വീട്, വാഹനം, എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകാനും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളെ കൊണ്ട് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. പലർക്കും പല കാര്യങ്ങളാണല്ലോ പറ്റുന്നത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരുടെയും ജീവിതത്തിൽ അത് ഗുണമുണ്ടാകുന്ന കാര്യങ്ങളാണ്. വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം, നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ. സംഖ്യാ ജ്യോതിഷം, ഹസ്തരേഖ, ഗ്രഹനില ഇതൊക്കെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല, ഒരുപാട് മെസ്സേജാണ് വരുന്നത്. പറ്റുന്നവർക്ക് റിപ്ലൈ തരും. ചെയ്യുന്ന രീതി പറയും. ഞാൻ നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. അത് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക, അല്ലെ ചെയ്യാതിരിക്കുക. പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ ഒരു വഴിപാട് ഇന്ന് ചെയ്താൽ നാളെ ഫലം കിട്ടുമെന്നൊന്നും വിചാരിക്കരുത്. ചിലർക്ക് ചിലപ്പം കിട്ടാം, ചിലർ ആവർത്തിക്കേണ്ടി വരാം. പിന്നെ നമ്മൾ താൻ പാതി ഈശ്വരൻ പാതി, നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാകണം. ഇത് ഈശ്വരാധീനവും നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാകുമ്പോഴേ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അത് കേട്ടിട്ട് ആവശ്യമുള്ളവർക്ക് ചെയ്യാം, അല്ലാത്തവർക്ക് ചെയ്യാതിരിക്കാം, കുഴപ്പമൊന്നുമില്ല. സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല. വാട്സാപ്പിൽ ആവശ്യമുള്ളവർ വിശകലനം ചെയ്യേണ്ടവർ ഇടുക. ഞാൻ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എല്ലാവരെയും നോക്കാനൊന്നും പറ്റത്തില്ല, റിപ്ലൈ തരാനും പറ്റത്തില്ല. പറ്റുന്നവർക്ക് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യ കാര്യമുണ്ട്, ചുരുക്കി ചെറിയൊരു വോയിസായിട്ട് എന്തെങ്കിലും ഒരു പരിഹാരം വേണമെങ്കിൽ, നല്ല കാര്യത്തിന്, വല്ലവനെ ഉപദ്രവിക്കാനോ അങ്ങനെയുള്ള കാര്യമൊന്നും എന്നോട് ചോദിക്കരുത്. പ്രേമകാര്യങ്ങളോ ഒന്നും എന്നോട് ചോദിക്കരുത്. അതൊക്കെ അവനവൻ്റെ കാര്യം. ഉയർച്ചയ്ക്കോ ന്യായമായിട്ട് സത്യസന്ധമായിട്ട് ഉയർച്ചയ്ക്കുള്ള എന്തെങ്കിലും കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടെങ്കിൽ എന്നോട് ചുരുക്കി ഒരു ചെറിയ വോയിസായിട്ട് ചോദിച്ചാൽ എനിക്കറിയാവുന്ന നല്ല കാര്യം പറഞ്ഞുതരാം. അതിന് ഫീസോ കാര്യങ്ങളോ ഒന്നുമല്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ കാര്യങ്ങളും ഞാൻ ഈ മലയാള മാസം ഈ ചിങ്ങം 1-ാം തീയതി ചെയ്യേണ്ട, നിങ്ങളുടെ ജീവിതം എന്നേക്കുമായി മാറ്റുന്ന, നിങ്ങൾ ഒരു വർഷം മുഴുവൻ ഏറ്റവും സമൃദ്ധി നൽകുന്ന ദൈവികമായ ഏറ്റവും നല്ല കാര്യങ്ങൾ പറഞ്ഞു തരാൻ പോവുകയാണ്. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ചിങ്ങം 1-ാം തീയതി ഓഗസ്റ്റ് 17 2026 തിങ്കളാഴ്ചയാണ് വരുന്നത്. ചിത്തിര നക്ഷത്രവും പഞ്ചമി തിഥിയും കൂടെ ചേർന്ന് വരുന്ന ദിവസമാണ്. അതായത് കറുത്തവാവ് കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ചയാണ്, വെളുത്തപക്ഷ തിങ്കളാഴ്ചയാണ്, വെളുത്തപക്ഷ പഞ്ചമിയാണ്. അപ്പോൾ ആ ദിവസത്തിന് ചില കാര്യങ്ങളുണ്ട്. ആ ദിവസം ചില ദേവതയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്താൽ ജീവിതത്തിൽ ആ വർഷം മുഴുവൻ സമൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോകാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വഴിപാടുകളൊക്കെ ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷേ അതിൻ്റെ കൂടെ ഞാനീ പറയുന്ന ഒരു കാര്യം കൂടെ ചെയ്യുകയാണെങ്കിൽ എന്നും ആ വർഷം മുഴുവൻ നിങ്ങൾക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ പ്രധാനമായ കാര്യം, നിങ്ങൾ ഏത് ക്ഷേത്രത്തിൽ പോയി ചിങ്ങം 1-ാം തീയതി വഴിപാട് ചെയ്താലും അതിൻ്റെ കൂടെ ശിവക്ഷേത്രത്തിൽ പോകണം. ശിവക്ഷേത്രത്തിൽ പോയി ഞാനീ പറയുന്ന ലളിതമായ കാര്യങ്ങൾ, ഭഗവാന് നെയ്വിളക്ക് അല്ലെങ്കിൽ നെയ്യ് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്കൊരു വർഷം മുഴുവൻ സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയാണ്. ഭഗവാനോട് മനസ്സുകൊണ്ട് കരഞ്ഞ് പ്രാർത്ഥിക്കണം, ഭഗവാൻ എനിക്ക് സമ്പത്ത് നൽകണേ. നിങ്ങളുടെ മനസ്സങ്ങ് ചെല്ലണം. അല്ലാതെ വഴിപാട് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഭഗവാനെ വിശ്വസിക്കണം. അപ്പം നെയ്യ് അല്ലെങ്കിൽ നെയ്വിളക്ക്, ഒന്നുകിൽ നെയ്യ് അല്ലെങ്കിൽ നെയ്വിളക്ക്, ഇതിലേതെങ്കിലും ഒന്ന് ഭഗവാന് തിങ്കളാഴ്ച ചിങ്ങം 1-ാം തീയതി രാവിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രാവിലെ വൈകിട്ടോ ചെയ്യുക, നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു അംശം എന്ന് പറഞ്ഞു ഒരു തുക എത്രയായിക്കോട്ടെ, നോട്ടോ ചില്ലറ എന്തും ആയിക്കോട്ടെ, ഭഗവാന് സമർപ്പിക്കണം. ഭഗവാനെ എൻ്റെ ജീവിതം ഈ വർഷം മുഴുവൻ ഐശ്വര്യ സമൃദ്ധമാക്കി തരണേ എന്ന് പറഞ്ഞ് കാണിക്കയിൽ സമർപ്പിക്കാം. ഇനി 3-ാമത്തെ കാര്യം പിൻവിളക്ക്. കാരണം ഈ സോമവാരം എന്ന് വെച്ചാൽ തിങ്കളാഴ്ച, സോമൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാണെന്നറിയാവോ? ഉമയോട് കൂടിയ ദേവണ്ണ, അതായത് പാർവതി ദേവിയോട് കൂടിയ ശിവണ്ണ. അപ്പൊ തിങ്കളാഴ്ചകളിൽ ആര് ശിവനെ പ്രാർത്ഥിച്ചാലും പാർവതി ദേവിയേക്ക് ചില കാര്യങ്ങളോട് ചെയ്യണം. അപ്പോഴാണ് പെട്ടെന്ന് ഫലം ഉണ്ടാകുന്നത്. അതുകൊണ്ട് പിൻവിളക്ക്, അത് ഏത് ശിവന് എപ്പോൾ വഴിപാട് ചെയ്താലും പാർവതി ദേവിയെ വിളിക്കണം, പാർവതി ദേവിക്കും വഴിപാട് ചെയ്യണം. പ്രത്യേകിച്ച് തിങ്കളാഴ്ച അമ്മയ്ക്കും പ്രാധാന്യമുള്ള ദിവസമാണ്. അതുകൊണ്ട് പിൻവിളക്ക് രസീത് നടക്കി വെച്ചാൽ മതി, സമർപ്പിക്കുക. പിൻവിളക്ക് ഭഗവാനെ സമർപ്പിക്കുക. അപ്പം പിന്നെ നിങ്ങൾക്ക് കൂവളത്തിലെ അർച്ചനയും മൃത്യുഞ്ജയ അർച്ചനയും കൂടെ ചെയ്യുക. എല്ലാ തടസ്സങ്ങളും മാറും. ഇത് തിങ്കളാഴ്ച രാവിലെ ചെയ്യുക. ഇനിയും നിങ്ങൾക്ക്
പറ്റുന്നവർ ഒരു പാൽപ്പായസം കൂടെ ഭഗവാന് കൊടുക്കുക. മുൻജന്മ കർമ്മദോഷങ്ങളോട് തീർന്നു കിട്ടും. നിങ്ങളുടെ ഈ വർഷം മുഴുവൻ എല്ലാം വെച്ചൊരു കയറ്റവും ഉണ്ടാവും. ഇത് ചിങ്ങം 1-ാം തീയതി രാവിലെ ശിവക്ഷേത്രത്തിൽ ചെയ്യണം. ഇനി രാവിലെ ശിവക്ഷേത്രത്തിൽ പോകാൻ പറ്റാത്തവർ വൈകുന്നേരം ഇതിലേതെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക. എല്ലാം പറ്റുന്ന അത്രയും ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്, നിങ്ങളുടെ സൗകര്യം പോലെ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഗുണമുണ്ടാകും എന്നുള്ളതാണ്. ഇനി ഈ ചിങ്ങം 1-ാം തീയതി നിങ്ങൾക്ക് ആരും പറഞ്ഞുതരാത്ത ചില കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒരു കൃഷ്ണന്റെ ഒരു പ്രതിമ ഇതുപോലെ നീല നിറത്തിലുള്ള, ഇത് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഭഗവാനെ ഒന്ന് എടുത്ത് കാണിക്കാം. നീല നിറത്തിലുള്ള ഇതുപോലുള്ള ഒരു പ്രതിമ, ഇത് ക്ലേയിൽ തീർത്ത, ഈ ലോഹം കൊണ്ടുള്ള വാങ്ങരുത്, ക്ലേയിൽ തീർത്ത നീല നിറം കണ്ടല്ലോ. ഇതുപോലൊരു പ്രതിമ ചിങ്ങം 1-ാം തീയതി വീട്ടിലേക്ക് കയറ്റുന്നത് നല്ലതാണ്. ഇനിയിപ്പോൾ ഇത് ആരും പറഞ്ഞുതരാത്ത ചില കാര്യങ്ങളാണ്. ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുമെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വീട്ടിലേക്ക് കയറ്റം നല്ലതാണ് ചിങ്ങം 1-ാം തീയതി. ഇനി വേണ്ടേ അയ്യപ്പൻ്റെ ഒരു 18-ാം പടി ഇല്ലാത്തതാണ്, 18-ാം പടിയുള്ളൊരു ഫോട്ടോ ഈ അയ്യപ്പൻ ഇരിക്കുന്ന പുലിപ്പുറത്തല്ലാതെ അങ്ങനെ ഒരു ഫോട്ടോയും ചിങ്ങം 1-ാം തീയതി വീട്ടിലേക്ക് കയറ്റുന്നത് നല്ലതാണ്. അപ്പൊ ഇതൊക്കെ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കണ്ട, ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, ഉള്ളവർ മേടിക്കേണ്ട. പിന്നെ വെങ്കടാചലപതിയുടെ ഇതുപോലുള്ളൊരു ഫോട്ടോ വീട്ടിലേക്ക് ചിങ്ങം 1-ാം തീയതി കയറ്റുന്നത് നല്ലതാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ അത് വീണ്ടും വാങ്ങണ്ട, ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഇല്ലാത്ത ആരെങ്കിലും ഒക്കെ കാണുമല്ലോ, എത്രയോ ആളുകളാണ് നമ്മുടെ വീഡിയോ കാണുന്നത്, അപ്പൊ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പം ഇനിയും മുരുകന്റെ ആണ്ടിപ്പണ്ടാരം കണ്ടല്ല, ഇത് കിട്ടുവാണെങ്കിൽ അല്ലെ രാജാലങ്കാരത്തെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഫോട്ടോ ഞാൻ കാണിച്ചല്ലോ. ഇതിലേതെങ്കിലും ഫോട്ടോകൾ ചിങ്ങം 1-ാം തീയതി വീട്ടിലേക്ക് കയറ്റാൻ പറ്റുകയാണെങ്കിൽ കയറ്റുക. നിങ്ങളുടെ ജീവിതത്തിൽ അടിമുടി മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. ഇങ്ങനെ ചില കാര്യങ്ങൾ ആണ് ജീവിതം പെട്ടെന്ന് മാറ്റം എന്നുള്ളതാണ്. കാരണം ഇതിനകത്ത് കാര്യമുണ്ട് കേട്ടോ. ഞാൻ വെറുതെ ഒരു കാര്യം പറയത്തില്ല, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. ഒരു നല്ല ദിവസം അല്ലെങ്കിൽ ഒരു പുതുവർഷത്തിന്റെ ആരംഭം നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ആ വർഷം മുഴുവൻ നമുക്ക് അതിൻ്റെ ഗുണം ഉണ്ടാകും. ചിങ്ങം 1 എന്ന് പറഞ്ഞാൽ മലയാള പുതുവർഷമാണ്. അപ്പോൾ ആ വർഷം മുഴുവൻ നമ്മൾ അന്നേ ദിവസം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ സമൃദ്ധിയുടേതാണെങ്കിൽ നമുക്ക് ആ വർഷം മുഴുവൻ ആ സമൃദ്ധിയുടെ അനുഭവം ഉണ്ടാകും എന്ന് തന്നെയാണ്. പിന്നെ പഞ്ചമിയും കൂടെ, അതായത് കറുത്തവാവ് കഴിഞ്ഞു വരുന്ന പഞ്ചമിയാണ്, അത് വെളുത്തപക്ഷ പഞ്ചമി എന്ന് പറയും. ഈ വെളുത്തപക്ഷ പഞ്ചമി നാഗദേവതകൾക്ക് വളരെ പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് തിങ്കളാഴ്ചയും കൂടെ ശിവഭഗവാന് പ്രീതിയുള്ള ദിവസവും കൂടെ. അതുകൊണ്ട് പറ്റുന്നവർ നാഗക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നവർ നാഗക്ഷേത്രത്തിൽ പോയി നാഗരാജാവിന് നെയ്വിളക്ക്, നാഗയക്ഷിയമ്മയ്ക്കും നെയ്വിളക്ക്, രണ്ടുപേർക്ക് ഇഷ്ടമുള്ള നിവേദ്യം പാൽപ്പായസവും ഒക്കെ കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ ഉണ്ണിയപ്പ നിവേദ്യം ചെയ്യുന്ന നിങ്ങളുടെ ശത്രുദോഷം മാറാൻ ഉപകരിക്കും. അപ്പം നിങ്ങൾക്ക് അതിൽ നെയ്വിളക്ക് കൊടുക്കുക നാഗരാജാവിനും നാഗയക്ഷിയമ്മയ്ക്കും. പിന്നെ അവർക്ക് പാൽപ്പായസ നിവേദ്യം കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് ചില്ലറ അല്ലെങ്കിൽ നോട്ട്, എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അംശം എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. എനിക്ക് ഈ വർഷം മുഴുവൻ സമൃദ്ധി നൽകണമെന്ന് പ്രാർത്ഥിക്കുക. അത് ശിവക്ഷേത്രത്തിൽ തിങ്കളാഴ്ച ചെയ്യുമ്പോഴും അങ്ങനെ പ്രാർത്ഥിക്കണം. ഒരു ചില്ലറ ആയിക്കോട്ടെ, നോട്ടായിക്കോട്ടെ, പറ്റുന്ന പോലെ ഇത് ശിവഭഗവാനെ തിങ്കളാഴ്ച സമർപ്പിക്കുമ്പോഴും ഈ വർഷം മുഴുവൻ ഭഗവാനെ എനിക്ക് സമൃദ്ധി നൽകണേ, എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അംശം സമർപ്പിക്കുന്നു എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് വേണം കാണിക്കയിലിടാൻ. ഇനിയും തിങ്കളാഴ്ച നാഗദേവതയ്ക്കാണെങ്കിലും നിങ്ങൾ ചില്ലറയോ നോട്ടോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ അത് നാഗദേവതയ്ക്ക് സമർപ്പിക്കുമ്പോഴും ഈ വർഷം മുഴുവൻ എനിക്ക് സമൃദ്ധി നൽകണേ, സമ്പത്ത് നൽകണേ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വരുമാനത്തിൻ്റെ ഒരു അംശം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിൽ പറഞ്ഞ് കാണിക്കലിടുക. അങ്ങനെ ചെയ്യണം, അപ്പോഴത് ഫലം ഉണ്ടാകുന്നത്. നമ്മൾ ചെയ്യുന്നതിന് എല്ലാത്തിനും ഒരു രീതിയുണ്ട്. ആ രീതി ചെയ്യുമ്പോഴാണ് നമ്മളുടെ ജീവിതത്തിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ വന്നു ചേരുന്നത്, പുതിയ പുതിയ ഐശ്വര്യങ്ങൾ ഉണ്ടാകുന്നത്. അല്ല നമ്മൾ ഈ ചെയ്യുന്നു എന്ന് പറയുന്നതിലല്ല കാര്യം കേട്ടോ. അപ്പം തിങ്കളാഴ്ച ശിവന് ഈ ചിങ്ങം 1-ാം തീയതി നെയ്യല്ലേ, നെയ്യഭിഷേകം അല്ലെ നെയ്വിളക്ക്, മൂന്നിലേതെങ്കിലും ഒന്ന് ചെയ്ത് ഭഗവാനെ ഈ വർഷം മുഴുവൻ എനിക്ക് സമ്പൽ സമൃദ്ധി നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ അത് വലിയ ഗുണം ചെയ്യും കേട്ടോ. അപ്പോൾ അത് ആവശ്യമുള്ളൊരു പ്രയോജനപ്പെടുത്തുക. രാവിലെയോ വൈകിട്ടോ ചെയ്യാം. നെയ്യഭിഷേകം മിക്കവാറും രാവിലെ ചെയ്യത്തുള്ളൂ, വൈകിട്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. രാവിലെ ചെയ്യുക. ഒന്നുകിൽ നെയ്യഭിഷേകം ചെയ്യുക, അല്ലെ നെയ്യ് സമർപ്പിക്കുക, അല്ലെ നെയ്വിളക്ക് ചെയ്യുക, മൂന്നിലേതെങ്കിലും ഒന്ന്. എന്നിട്ട് ഭഗവാനെ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ മനസ്സ് ഭഗവാനിൽ ചെല്ലണം. അപ്പോഴാണ് നമുക്ക് ആ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. പിന്നെ തിങ്കളാഴ്ച ശിവന് പാലഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ശത്രുദോഷം പെട്ടെന്ന് മാറിക്കിട്ടും. അത് പറ്റുന്നവർ ചെയ്യുക. പാലഭിഷേകം അത് കറുത്ത പശുവിൻ്റെ പാല് കൊണ്ട് ചെയ്യണമെന്നാണ്. അത് ഇപ്പോഴത്തെ കാലത്തൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ വലിയ പാടാണ്. എങ്കിലും പാലഭിഷേകം പറ്റുന്നവർ ചെയ്യുക തിങ്കളാഴ്ച ശിവനും. പിന്നെ തിങ്കളാഴ്ച ഭഗവാന് ജലധാര
ചെയ്യുന്നതും വളരെ ഐശ്വര്യം നൽകും. വളരെ ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകും. പിന്നെ പറ്റുന്നവർ ഒരു കരിക്കഭിഷേകം കൂടെ ചെയ്താൽ ഈ വർഷം മുഴുവൻ നിങ്ങൾക്ക് ആ സമൃദ്ധി ഉണ്ടാകും. ശിവഭഗവാന് കരിക്കഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും, മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ നടക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചിങ്ങമാസം 1-ാം തീയതി രാവിലെ നിങ്ങളുടെ വീട്ടിൽ ചീറനോടെ വസ്ത്രം കൊടുത്ത് കുളിമുറി എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് വാഗൊണ്ട് 3 തവണ ജപിച്ച് എൻ്റെ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഉള്ള എൻ്റെ കുടുംബത്തിലെ എല്ലാ പിതൃക്കൾക്കും ഈശ്വരീയമായ സായുജ്യം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ച ശേഷം അവർക്ക് ആ സായുജ്യം കിട്ടിയതായിട്ട് മനസ്സിൽ ഉറപ്പിച്ച ശേഷം ഭഗവാനോട് നന്ദി പറയുക. എന്നിട്ട് നിങ്ങൾ തല തോർത്തുക. എന്നിട്ട് നിങ്ങൾ കുളിമുറിയിൽ നിന്ന് വലതുകാലം വെച്ചിറങ്ങുക. കുളിമുറിയിലോട്ട് കയറുമ്പോൾ ഇടതുകാലം വെച്ച് കയറണം. ഇങ്ങനെ ഒരു പുതുവർഷം തുടങ്ങുമ്പോൾ നമ്മുടെ പിതൃക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടി കൂടെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുകയാണെങ്കിൽ അവര് നമുക്ക് ജീവിതത്തിൽ എല്ലാം നൽകും. പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് ശരിക്കും ജീവിതത്തിൽ എല്ലാം നല്ല കുടുംബം, നല്ല തൊഴില്, ആയുരാരോഗ്യ, സമ്പൽ സമൃദ്ധി, ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയം, വീട്, വാഹനം, ഐശ്വര്യം എല്ലാം പിതൃക്കളുടെ അനുഗ്രഹം ഉണ്ടാകുന്നത്. അങ്ങനെ കൂടെ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അത് ഞാൻ നിത്യവും ചെയ്യുകയും ചെയ്യാം പ്രാർത്ഥന. നിങ്ങളുടെ പിതൃക്കളുടെ അനുഗ്രഹം എന്നും ഉണ്ടായി വരും. കാരണം അവർക്ക് ഈശ്വര്യമായ വിഷ്ണുപാദത്തിൽ സായുജ്യം എന്ന് വെച്ചാൽ ഈശ്വര്യമായ സദ്ഗതി അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ ഉണ്ടായി വരും. കാരണം അവരുടെ ആത്മാവിന് ഈശ്വര്യമായ സദ്ഗതി കിട്ടുമ്പോൾ നമ്മുടെ കുടുംബത്തിലെ അച്ഛൻ വഴിയോ അമ്മ വഴിയോ ഉള്ള എല്ലാ പിതൃക്കൾക്കും, മരണപ്പെട്ട ആ പിതൃക്കൾക്കും ഈശ്വര്യമായ സായുജ്യം ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായി വരും എന്നുള്ളതാണ്. പിന്നെ സാധിക്കുന്ന ഒരു കുടുംബദേവതാ ക്ഷേത്രത്തിൽ പോകണം. അച്ഛൻ്റെയോ അമ്മയുടെയോ പോകാം, അതിൻ്റെ അത് കുഴപ്പമില്ല. കുടുംബദേവതയ്ക്ക് പറ്റുന്ന വഴിപാട് ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ ആ ദേവന്റെ അല്ലെ ദേവിയുടെ പ്രീതിക്ക് വേണ്ടി ആരോടും ചോദിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ ചെയ്യാം. എന്തൊക്കെയാ ചെയ്താലേ പ്രീതി കിട്ടുമെന്നറിയാവോ? ആ ദേവതയുടെ ഇഷ്ട നിവേദ്യം. ഇപ്പം കൃഷ്ണനാണെങ്കിൽ പാൽപായസവും, ശിവനാണെങ്കിൽ ഭഗവാന് പാൽപായസവും ഇഷ്ടമാണ്, ഭഗവാന് മറ്റുള്ള പായസങ്ങളും ഇഷ്ടമാണ്, ഭദ്രകാളിയാണെങ്കിൽ കടും പായസവും. അങ്ങനെ ആ ദേവതയുടെ ഇഷ്ട നിവേദ്യം കൊടുക്കുക. പിന്നെ നെയ്വിളക്ക്, ഭാഗ്യസുക്ത പുഷ്പാഞ്ജലി, മാല, ഇഷ്ടമാല, ധൂപം, ദീപം, ഹാരം, പിന്നെ ഈ കർപ്പൂരം സമർപ്പിക്കുക. ഇതെല്ലാം ചെയ്താലാണ് ഏത് ദേവതയും നമ്മൾ പക്കനാളിന് പോയി വഴിപാട് ചെയ്താലും കൊള്ളാം, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ വഴിപാട് ചെയ്താലും കൊള്ളാം. ആ ദേവന്റെ അല്ലെ ദേവതയുടെ പ്രീതി ഉണ്ടാകുന്നതിന് ഇത്രയും കാര്യം ചെയ്താൽ മതി. ആരോടും ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് സ്വയം, നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അതറിയാം. ആരോടും ചോദിക്കേണ്ട കാര്യമില്ലെന്നേ, അത് കറക്റ്റാണ്. മനസ്സിലായില്ലേ? കൃത്യം അത് ചെയ്താൽ മതി. ഏത് ദേവതയും പ്രീതി ഉണ്ടായി വരുമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ മനസ്സോട് അവിടെ കൊടുക്കണം. വഴിപാടിൻ്റെ കൂടെ നമ്മുടെ മനസ്സോട് ആ ദേവതയിൽ സമർപ്പിക്കണം. എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറഞ്ഞ് നടക്കുന്നവരെല്ലാം ശരിക്കും വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞു നടക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ സംശയമുള്ളതുകൊണ്ടാണ്. വിശ്വാസമുള്ളവൻ പറയത്തില്ല, അവൻ ഒന്നും മിണ്ടായിരിക്കും. അവൻ ആ ചെയ്തു മറന്നു. കാരണം പിന്നെ ചിന്തിക്കണ്ട, ഉറപ്പാണ് നടക്കുമെന്ന്. ഇല്ലാത്തവരാണ് സാറേ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നത്. വിശ്വാസമുള്ളവർ എന്തിനാ പറയുന്നത്? പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം ചെയ്തു മറന്നു, എനിക്കറിയാം നടക്കുമെന്ന്. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? ഞാൻ ആരെയാ ബോധിപ്പിക്കേണ്ടത്? അങ്ങനെ ബോധിപ്പിക്കുന്നവർ ആ ഒരു ഉള്ളിൽ ആ ഒരു സെക്യൂരിറ്റി ഫീലിങ്സ് എല്ലാ കാര്യത്തിലും, മറ്റുള്ളവരെ ഏതൊരു കാര്യം ബോധിപ്പിക്കുന്നതിനുള്ളിൽ ഒരു ശങ്കയുള്ളവരെപ്പോഴും. മനസ്സിലായല്ലേ? നമ്മൾ വിശ്വാസം കൊണ്ട് നമ്മൾ ചെയ്യുക, പിന്നെ അതേപോലെ ചിന്തിക്കാതിരിക്കുക. അതാണ് വിശ്വാസം. പറഞ്ഞുകൊണ്ട് നടക്കുന്നതല്ല വിശ്വാസം, കേട്ടോ. അപ്പോൾ എനിക്ക് ശരിയെന്ന് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഓഗസ്റ്റ് 17-ാം തീയതി തിങ്കളാഴ്ച, ചിങ്ങം 1-ാം തീയതി നിങ്ങൾ ശരിയായിട്ട് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വർഷം മുഴുവൻ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി വരും. ശരിയായിട്ട് പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ അതിൻ്റെ പോരായ്മ ഉണ്ടാവാം. ചില വീടുകൾ കണ്ടിട്ടില്ല, എപ്പോഴും വഴക്ക്, ബഹളം, കലഹം. അത് അവരെന്തൊക്കെ കാര്യങ്ങളെ പുറകെ നടക്കുന്നു നോക്കിയാൽ മതി. ചിലപ്പോൾ ക്ഷേത്രത്തിൽ പോകത്തില്ല. പല ഈ പ്രശ്നങ്ങളുള്ള വീടുകളിൽ ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന അവർ ക്ഷേത്രങ്ങളിലൊന്നും പോകത്തില്ല. അത് തന്നെ കുഴപ്പം. ദൈവാധീനം ഉണ്ട്, കഴിവതും ഈ ആപത്തുകളിൽ ഒന്നും പോയി ചാടത്തില്ല. ഞാൻ പല ആളുകളെയും കണ്ടിട്ടുണ്ട്. പല ആളുകൾ ഈ പിന്നെ ദുരിതങ്ങളായിട്ട് പലരും അവരോട് ചോദിക്കുക, അവർ പറയുന്നത് അവർ അങ്ങനെ അമ്പലങ്ങളിൽ ഇപ്പൊന്നും പോകാറില്ല. അത് തന്നെയാണ് പ്രശ്നം. നമ്മൾ ഈശ്വരാധീനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ മാറും. പറഞ്ഞാൽ മനസ്സിലായോ? നമ്മൾ അറിയാതെ നമ്മൾ മാറും. ആ മാറ്റം നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഒരു പുറകോട്ടൊന്ന് മനസ്സോടിച്ചു നോക്കിയാൽ മതി. നമ്മൾ ഇന്ന് എന്തുമാത്രം മാറിയിരിക്കുന്ന അറിയാൻ വേണ്ടി. അറിയാതെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ക്ഷേത്രങ്ങളിൽ പോവുക, ഈശ്വരനെ വിളിക്കുക. പിന്നെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചിങ്ങം 1-ാം തീയതി പറ്റുന്ന പോലെ അന്നദാനം അല്ലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്, കേട്ടോ. കാരണം ഒരു പുതുവർഷം
പുതുവർഷ ആരംഭമാണ്, മലയാള പുതുവർഷ ആരംഭമാണ്. ഒരു വർഷം മുഴുവൻ അതിൻ്റെ സമൃദ്ധി ഐശ്വര്യം ഉണ്ടാകും. അപ്പം ഇത്തരം ഈ നല്ല കാര്യങ്ങളോടുകൂടി ഒരു പുതുവർഷം തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഐശ്വര്യങ്ങൾ ഉണ്ടാകും, ഉയർച്ചകൾ ഉണ്ടാകും. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നർപ്പവേ നർപ്പവേ നർപ്പവേ.